ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം, തിരുക്കുടുംബം വിചിന്തനം നാം തുടരുകയാണ്. ഇന്നും നമ്മൾ വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ചാണ്. വിശുദ്ധ യൗസേപ്പിതാവ് പ്രാർത്ഥിക്കുന്നതിന് ഒരു മാതൃകയായി നമുക്ക് എടുക്കാൻ പറ്റും. വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നല്ല പ്രാർത്ഥന ഉള്ള ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ യൗസേപ്പ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നതിന് ഒരു മാതൃകയാക്കാൻ നമുക്ക് പറ്റും വിശുദ്ധ യൗസേപ്പിതാവിനെ. യേശു പ്രാർത്ഥിക്കുന്നതിന് മാതൃകയായിരുന്നു. ലൂക്ക 11-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുവിനെ കണ്ടിട്ടാണ് ശിഷ്യന്മാർ വന്ന് ആവശ്യപ്പെട്ടത്, ഇപ്രകാരം പ്രാർത്ഥിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. അപ്പോൾ യേശു ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പരിവെളിച്ചത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് യേശു ഏതെല്ലാം വിധത്തിൽ മാതൃക നൽകിയിരുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ 13:15 വായിച്ചാൽ യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാനൊരു മാതൃക നൽകിയിരിക്കുന്നു, നിങ്ങളും അപ്രകാരം ചെയ്യുവിനെന്ന്. അപ്പം അതുകൊണ്ട് യേശു ഇക്കാര്യത്തിൽ മാതൃക നൽകിയവനാണ്. 15-ാം അധ്യായം 15-ാമത്തെ വചനം, യോഹന്നാൻ 15:15 നമ്മൾ കാണുന്നുണ്ട്. യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ വേലക്കാരെന്നൊന്നും അല്ല വിളിക്കുന്നത്, സ്നേഹിതരെന്ന്. യു ആർ മൈ ഫ്രണ്ട്. യേശുവിന് നമ്മെ സുഹൃത്തുക്കളായി കാണാൻ സാധിച്ചു എങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മുടെ സഹോദരങ്ങളെ നല്ലവരായിട്ട് സുഹൃത്തുക്കളായിട്ട് കാണണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ലൂക്ക 2:47 നമ്മൾ കാണുന്നത്, യേശു ഇരുന്ന് പഠിച്ചു. ഇരുന്ന് പഠിക്കുന്നതിന് ഒരു മാതൃകയായിട്ട് യേശുവിനെ കാണാൻ പറ്റും. 11:1 മുതൽ വായിക്കുമ്പോൾ യേശു ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്നതിന് ഒരു മാതൃകയായിരുന്നു. ലൂക്ക 21:37 പ്രാർത്ഥനയും ശുശ്രൂഷയും ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പഠിച്ച ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. പകൽ മുഴുവൻ ശുശ്രൂഷ ചെയ്തെങ്കിൽ രാത്രികാലം മലമുകളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ ശുശ്രൂഷയും പ്രാർത്ഥനയും നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ യൗസേപ്പ് പ്രാർത്ഥനയ്ക്ക് മാതൃകയായിരുന്നു, നിരന്തരം പ്രാർത്ഥിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചവനാണ് വിശുദ്ധ യൗസേപ്പ്. 2, എളിമയോടെ പ്രാർത്ഥിച്ചവനാണ് വിശുദ്ധ യൗസേപ്പ്. 3, മറിയത്തോടൊത്ത് പ്രാർത്ഥിച്ചവനാണ് വിശുദ്ധ യൗസേപ്പ്. ഭാര്യാഭർത്താക്കന്മാര് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, അവരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും. മത്തായി 18:19 നമ്മൾ കാണുന്നത്, നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും. അങ്ങനെ മറിയത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് യൗസേപ്പ് പിതാവ് എന്ന് നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന്, മറ്റുള്ളവർക്കായി പ്രാർത്ഥിച്ച വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. നമ്മുടെയും വിളി അതാണ്. 1 തീമോത്തി 2-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാൽ, എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അപ്പം അത് ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ലോകം മുഴുവന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറുക. അവസാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വിശുദ്ധ യൗസേപ്പ് അനുതാപത്തോടെ പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിശുദ്ധ വാൾത്തോർത്തായുടെ പുസ്തകം വായിക്കുമ്പോൾ ഈ വിശുദ്ധയ്ക്ക് മരിയ വാൾത്തോർത്തായ്ക്ക് കിട്ടിയ ഒരു ദർശനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ആ ദർശനത്തിൽ അവർ കണ്ടത് വിശുദ്ധ യൗസേപ്പിനെ, യൗസേപ്പിൻ്റെ കണ്ണുകളിൽ പാത്രത്തിൽ വെള്ളം കിടക്കുന്നത് പോലെ കണ്ണുനീരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. എന്നിട്ട് അതേ തുടർന്ന് ഈ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി താടിമീശയിലൂടെ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു രംഗം മരിയ വാൾത്തോർത്തായ്ക്ക് ഒരു ദർശനത്തിൽ കാണാൻ സാധിച്ചു. അതിനുശേഷം ഈ യൗസേപ്പ് മറിയത്തിൻ്റെ അടുത്ത് വന്ന് മാപ്പപേക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പരിശുദ്ധയായ നിന്നെ ഞാൻ അവിശ്വസിച്ചു, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് അങ്ങനെ മാപ്പ് യാചിക്കുന്ന യൗസേപ്പിനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും നമ്മൾ കാണുന്നത്
അനുതാപത്തോടെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവസാനമായിട്ട് യൗസേപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മറിയത്തോട് ബഹുമാനവും മറിയത്തിൽ അഭിമാനവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. മറിയത്തോട് ബഹുമാനം, അവള് പരിശുദ്ധയാണ്, ദൈവമാതാവാണ് എന്നുള്ള ആ ഒരു ബഹുമാനം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഭർത്താവാകാൻ സാധിച്ചതിൽ അഭിമാനം കൊണ്ട ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. പ്രിയപ്പെട്ടവരെ, ഈ നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കാൻ നമുക്കും ആഗ്രഹിക്കാം, അതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് കുടുംബ തകർച്ച നേരിടുന്നവർക്ക് വേണ്ടിയാണ്. അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ കുടുംബ പ്രതിഷ്ഠയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി യൗസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.